എത്ര സുന്ദരമീ നഗരം, എത്ര മനോഹരമീ നഗരം. അതെ അനാജി വരുന്നുണ്ട്. എല്ലാരും കാതുമുത്തിയിരുന്നു. പഞ്ഞി വെച്ചോ. പാട്ട് കേട്ട് കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവും. ഗുഡ് മോർണിംഗ് എവരിബഡി. ഇന്ന് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഈ മനോഹര സുദിനത്തിൽ ഒരു പുതിയ ഗാനം പാടാം. എല്ലാവരും കേട്ടുകൊള്ളൂ. എന്റെ പൊന്നു നാനാജി, ഇവിടെ ബാങ്കിൽ വന്നിങ്ങനെ പാട്ടൊന്നും പാടില്ലേ? പിന്നെ എന്റെ ജോലി തെറിക്കുന്നേ. ഒരു കാര്യം ചെയ്യാം, വൈകിട്ട് ചായയും കടിയൊക്കെ കഴിച്ച് പാട്ട് കേട്ടിങ്ങനെ ചുമ്മാ ഇരിക്കാം. എന്താ സന്തോഷായില്ലേ? വേദ സിറ്റി ബാങ്ക് ഈസ്റ്റ് ആയാലും ശരി വെസ്റ്റ് ആയാലും ശരി, എക്സ്റേ മാൻ ഈസ് ബെസ്റ്റ്. താൻ എന്തുവായി ചെയ്ത്? പെട്ടെന്ന് തന്റെ ദേഹത്ത് കാർ ഇടിച്ചിരുന്നെങ്കിലോ? സോറി സോറി സോറി. എന്തിനാ വെറുതെ ദേഷ്യപ്പെടുന്നത്? പ്ലീസ് ഒച്ചയിടരുത്. എനിക്കിങ്ങനെ ഒച്ചയിടുന്നത് ഇഷ്ടമല്ല. ഐ എം സോറി സോറി. എന്തുവാടേ സോറി സോറി എന്ന് പറഞ്ഞിട്ട്? കോമാളികളുടെ കൂട്ട് ഡ്രസ് ഇട്ടോണ്ട് വന്നിട്ട് വെറുതെ മനുഷ്യനെ മെനക്കെടുത്താൻ നോക്കല്ലേടേ. ഇയാളെയൊക്കെ പോലീസിൽ പിടിച്ചു കൊടുക്കണം, അല്ലാതെ വേറെ എന്ത് ചെയ്യാനാ? ഞാൻ പറഞ്ഞതല്ലേ, ഞാൻ പറഞ്ഞില്ല എന്റെ അടുത്ത് ഇങ്ങനെ ദേഷ്യത്തോടെ സംസാരിക്കരുതെന്ന്. എന്നോട് ആരെങ്കിലും ഒച്ചത്തിൽ സംസാരിച്ചാൽ എനിക്കത് ഒട്ടും ഇഷ്ടമാകുന്നില്ല. ശരി, എന്നാ ഞാൻ പോട്ടെ. പോയിക്കോ. എല്ലാവരും ഓർത്തോളുക, ഈസ്റ്റ് ഓർ വെസ്റ്റ്, എക്സ്റേ മാൻ ഈസ് ദ ബെസ്റ്റ്. ഹലോ, ഐ എം എക്സ്റേ മാൻ. ഹലോ. കള്ളൻ 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 ബാങ്കിന് പണം മോഷ്ടിച്ചിട്ട് പോവാണ്. പിടിക്കാവനെ. വെറുതെ എന്തിനാ എന്റെ പുറകെ വരുന്നത്? നിനക്കിപ്പോ എന്താ വേണ്ടത് കുട്ടി? കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ എന്നാണ് എന്റെ പേര്. അങ്കിൾ, നിങ്ങൾ മര്യാദയ്ക്ക് സറണ്ടർ ആവാൻ നോക്കൂ. ബാങ്കിൽ നിന്ന് മോഷിച്ച പണം മുഴുവനും തിരിച്ചു അവിടെ തന്നെ ഏൽപ്പിക്കാൻ നോക്കൂ, അല്ലെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് നല്ലോണം വാങ്ങിക്കും. വേണ്ട 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 മോനെ, ഇനി എന്നെ അടിക്കരുത് പ്ലീസ്. ഇനി എനിക്ക് അടികൊള്ളാൻ ശക്തിയില്ല. തല്ലുകൊള്ളുന്നത് എനിക്ക് ഭയങ്കര പേടിയാണ് മോനെ. തല്ലുകൊള്ളാൻ പേടിയായിരിക്കും, പക്ഷെ മോഷ്ടിക്കാൻ പേടിയൊന്നുമില്ലല്ലോ. മര്യാദയ്ക്ക് മോഷ്ടിച്ച പണങ്ങളൊക്കെ തിരിച്ചു തന്നേക്ക്. ഞാൻ പറഞ്ഞത് എന്നെ തല്ലാൻ പാടില്ലെന്നാണ്. ഞാൻ നിനക്ക് വാർണിംഗ് തന്നതാണ്. എന്നെ പിടിക്കേ, ഒന്ന് കാണട്ടെ. വരൂ വരൂ വരൂ. ബൈ ബൈ. ഇനി നമ്മൾ കാണരുത്. എന്റെ പദ്ധതികളൊക്കെ പൊളിക്കാനായിട്ട് ഒരു കുട്ടി വന്നിരിക്കുക. എനിക്ക് എന്റെ പരീക്ഷണങ്ങൾക്കായി കാശിന്റെ ആവശ്യമുണ്ട്. ഞാൻ എവിടുന്ന് കാശുണ്ടാക്കാനാ?
എന്റെ ബോസ് എന്താ എന്താ വേണ്ടെന്ന് പറയാ? ഇന്ന് ബോസ് ഭയങ്കര ദേഷ്യത്തില് കെമിക്കലിനെ പോലെ ചുമക്കുന്നത് എന്തിനാണെന്ന് പറയൂ. ഒരു കുട്ടി കാരണം ഞാൻ എടുത്ത പണം എനിക്ക് കൊണ്ടുവരാൻ പറ്റാതെയായിപ്പോയി. ഞാൻ ആ കുട്ടിയെ വെറുതെ വിടില്ല. ഈസ്റ്റ് ആയാലും ശരി വെസ്റ്റ് ആയാലും ശരി വേറെ ആരോ ഉണ്ട് ബെസ്റ്റ് അല്ല. ആയിട്ട്. ഞാൻ തന്നെയാണ് ബെസ്റ്റ്. ഞാൻ ആ കുട്ടിയെ മനസ്സിലാക്കി കൊടുക്കും. ഈസ്റ്റ് ഓർ വെസ്റ്റ്, എക്സ്റേ മാൻ ഈസ് ദ ബെസ്റ്റ്. വേദാനഗരം മുഴുവനും എക്സ്റേ മനുഷ്യനെ കൊണ്ട് ശല്യം കൂടി വരികയാണ്. എവിടുന്നോ വരുന്നു, എന്നിട്ട് നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കി ആരും അറിയാതെ മറങ്ങി പോവുകയാണ്. പറയൂ ലഡു സിംഗ് സാറേ, എക്സ്റേ മാനെ പിടിക്കാൻ വേണ്ടി താങ്കൾ എന്ത് പദ്ധതിയാണ് ഒരുക്കിയിട്ടുള്ളത്? അതോ ഒന്നും റെഡിയാക്കിയിട്ടില്ലേ? പറയൂ പറയൂ സാർ, നിങ്ങൾ ഈ സമൂഹത്തിന് ഉത്തരം നൽകിയേ മതിയാകൂ. പറയൂ. നിങ്ങൾ എന്താ എന്നോട് ചോദ്യങ്ങൾ ചോദിക്കുകയാണോ അതോ എന്നെ പേടിപ്പിക്കാൻ നോക്കുകയാണോ? മറുപടി പറയാൻ ഒരു അവസരം തന്നാൽ എന്താ? എങ്കിൽ പറയൂ, വേഗം പറയൂ. താങ്കൾക്ക് വെറും 5 സെക്കൻഡ് സമയം മാത്രമേ ഉള്ളൂ. എന്നിട്ടാണ് ഞങ്ങൾക്ക് ചായ കുടിക്കാൻ. ഓഹോ, ഞങ്ങളെ എക്സ്ട്രാ മാനെ കണ്ടുപിടിക്കാൻ ട്രെയിനിങ് ചെയ്ത ഡോഗിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവൻ എന്തായാലും അവനെ മണത്ത് കണ്ടുപിടിച്ചിരിക്കും. ശിവ, നീ ആ എക്സ്റേമനെ വളരെ അടുത്തുനിന്നല്ല കണ്ടത്. എങ്ങനെയാണ് കാണാൻ? ഞാൻ അയാളെ ടിവിയില് കണ്ടതാ. ശരിക്കും ഒരു ഏലിയനെ പോലെ ഉണ്ട് അയാള്. ആ, എങ്ങനെയാ ഒരാൾക്ക് കണ്ണു മുഖേന എക്സ്റേ എടുക്കാൻ പറ്റുക? ശരിയല്ലേ? ഓ ഇല്ല യൂഡി, അതൊന്നും ഏലിയനല്ല. കുറച്ച് ടെക്നോളജി യൂസ് ചെയ്ത് സ്വയം എക്സ്റേ മാനാന്ന് പറഞ്ഞ് നടക്കാണ്. ഞാനിപ്പോ എന്റെ സൈക്കിളിന്റെ ടയർ പുതിയ രീതിയിലാക്കിയിട്ടുണ്ട്. എത്രയൊക്കെ തീ കത്തിയാലും ഒരു ഡാമേജും ഉണ്ടാവില്ല. ഇറ്റ്സ് ടോട്ടലി ഫയർ പ്രൂഫ്. വൗ ശിവ, നീ ആള് മഹാകേമനാണ്. അവൻ തീർച്ചയായിട്ടും മോഷ്ടിക്കാൻ വരും. ഇത്തവണ അവനെ കെണി വെച്ച് പിടിക്കണം. എന്റെ അടുത്ത് ഒരു പ്ലാൻ ഉണ്ട്. വേഗം ബൈക്ക് എടുക്ക്. ബാങ്കിലെന്തോ മോഷണം നടക്കുന്നുണ്ട്. മോഷണം. ഹാൻഡ്സ് അപ്പ്. ലഡ്ഡു സിംഗിന്റെ പരിധിയിൽ വന്ന് താൻ മോഷണം ചെയ്യുന്നു. ഇവിടുന്ന് 50 കിലോമീറ്റർ വളരെ ദൂരെ ആരെങ്കിലും മോഷ്ടിക്കാൻ വന്നു കഴിഞ്ഞാൽ അവിടെ ഉള്ളവർ പറയും മോഷ്ടിക്കരുതെന്ന്, അല്ലെങ്കിൽ ലഡ്ഡു സിംഗ് വരുമെന്ന്. താൻ ആൾക്കാരെ കണ്ണു ഉരുട്ടി ഉരുട്ടി കാണിച്ച് മോഷ്ടിക്കാൻ ഇറങ്ങിയിരിക്കുകയാണല്ലേ? സോറി ലഡു സിംഗ് സാറേ, ഞാൻ ഈ സ്ഥലത്ത് പുതിയൊരാളാ. എന്നെ അറസ്റ്റ് ചെയ്യരുത് പ്ലീസ്. എന്നെ അറസ്റ്റ് ചെയ്യരുത് പ്ലീസ്. കണ്ടില്ലേ പേടറാം, ഈ ലഡ്ഡു സിംഗിനെ കണ്ടതും ആ കള്ളന്റെ കണ്ണുകൾ ചുവന്ന നിറമായി മാറിയത് കണ്ടില്ലേ? സാറേ, അവന്റെ കണ്ണുകൾ ചുവന്ന നിറമായി മാറിയത് മാത്രമല്ല, നമ്മുടെ ബൈക്ക് കത്തി ചാമ്പളായത് സാറ് കണ്ടില്ലേ? ചേരാ നീ എന്തിനാ എന്നെ വലിച്ചു കൊണ്ടുപോണ? ഒന്ന് വേഗം വാ, എക്സ്റേ മാൻ വന്നിട്ടുണ്ട്. ചേരാ നീ എന്നെ എങ്ങോട്ടേക്ക് കൊണ്ടുപോണത്? എന്റെ കൈ വേദനിച്ചിട്ട് വയ്യ. നിക്കാൻ അതെ ഡോഗി, നീ എന്തിനെങ്ങനെ മതിൽ കൂടെ കേറി പോന്നത്? ഒന്ന് താഴേക്ക് വന്നേ. നീ ഡോഗിയാണ്, അല്ലാതെ പല്ലിയല്ല. സാറേ, സാറിന് വല്ല ആവശ്യം ഉണ്ടായിരുന്നോ ഈ ഡോഗിന്റെ പുറകെ നടക്കാനായിട്ട്? എവിടെയാ കള്ളൻ? പറയൂ. അയാള് ചാടിപ്പോയി കളഞ്ഞു. ഈ കുട്ടി വല്ലാത്തൊരു ശല്യം തന്നെ. പിന്നെ വരികയാണ്. അങ്കിൾ, ഇന്ന് നിങ്ങൾക്ക് എന്റെ അടുത്തുനിന്ന് രക്ഷപ്പെടാൻ യാതൊരു മാർഗവും ഇല്ല. നിനക്ക് തെറ്റിപ്പോയി ശിവ. നീ ഇനി എന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല. മറ്റുള്ളവരുടെ ജോലിയിൽ തലയിട്ടാലുള്ള പ്രതിഫലം ഇന്ന് നിനക്ക് കിട്ടുന്നതാണ്.
അങ്കിൾ, ഇന്ന് നിങ്ങളെ ലേസർ കൊണ്ടുള്ള കളി ചെലവാകുന്നു തോന്നുന്നില്ല. അത് ഇല്ലാതെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി എഴുന്നേറ്റ് വാ. നോക്കിക്കോ, നിങ്ങളെ എല്ലാവരെയും ഞാനിന്ന് കത്തിച്ചു കളയും. ശിവ, നിന്നെ ഞാൻ വെറുതെ വിടില്ല. ഒരു കുട്ടി, ഒരു ചെറിയ പീറക്കുട്ടി എന്നെ എതിർക്കാൻ വന്നിരിക്കുകയാണ്. ഒരിക്കലും അവൻ ഇനി എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുകയില്ല. ഇനി ഞാൻ ബാങ്ക് കൊള്ളയടിക്കില്ല. ആ ചെറുക്കന്റെ കാര്യം തീർത്തിട്ട് മതിയല്ല. എന്റെ ബോസ്, ആ കാര്യങ്ങളൊക്കെ മനസ്സിൽ നിന്ന് മറന്നേക്ക്. നമുക്ക് ഈ നാട് വിട്ട് വേറെ സ്ഥലത്തേക്ക് പോയാലെന്താ? ഇല്ല, ഒരിക്കലും ഞാൻ വരില്ല. ഞാൻ അവനെ ഈ നഗരത്തിൽ നിന്ന് ഓടിച്ചിരിക്കും. ലഡ്ഡു സിംഗ്, ഞാൻ എക്സ്റേ മാനാണ് സംസാരിക്കുന്നത്. ഇന്ന് ഞാൻ സമ്പത്ത് ലാലിന്റെ ജ്വല്ലറി കൊള്ളയടിക്കാൻ പോവാണ്. ഇതെല്ലാരെയും അറിയിച്ചോ. കാരണം മോഷ്ടിക്കുന്ന സമയത്ത് ആരും എന്നെ ശല്യപ്പെടുത്താൻ പാടില്ല. അറിയാതെ എങ്ങാനും താൻ അവിടെ വന്നുപെട്ട തന്നെ ഞാൻ കത്തിച്ച് ചാമ്പലാക്കി കളയും. വേണ്ട 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 വേണ്ട. എക്സ്റേ മാൻ, നിങ്ങൾ എന്നെ വെറുതെ കത്തിച്ച് ചാമ്പലാക്കാൻ പാടില്ല. ഞാൻ വരില്ല. ഞാൻ ഒരിക്കലും ജ്വല്ലറി ഷോപ്പിലേക്ക് വരില്ല കേട്ടോ. നിനക്ക് അവിടെ സമാധാനമായി മോഷ്ടിക്കാം. മോഷ്ടിക്കാം നിനക്ക്. ഓ, അപ്പൊ തനിക്ക് ബുദ്ധിയുണ്ടല്ലേ? എല്ലാവരെയും ഫോൺ വിളിച്ചറിയിച്ചേക്ക്. ഞാൻ ഇപ്പൊ തന്നെ എല്ലാവരെയും ഫോൺ ചെയ്ത് പറഞ്ഞോളാം. ശിവ, ശിവ, എക്സ്റേ മാൻ ഇന്ന് ചമ്പത്ലാൽ ജ്വല്ലറിയിൽ കയറിയിട്ട് മോഷണം നടത്താൻ പോവാണ്. നീ അങ്ങോട്ട് പോകരുത് കേട്ടല്ലോ, പ്ലീസ്. സാറേ, ശിവയോട് വരണ്ടെന്ന് പറയാണോ അതോ വരണമെന്ന് പറയാണോ? അത് പിന്നെ അവരോട് വരണമെന്നാണ് പറയുന്നത് പേടാറാം. വരണമെന്നല്ലേ? അവന് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ. സുഖം തന്നെയല്ലേ അങ്കിൾ? വീണ്ടും വന്നിട്ടുണ്ടല്ലോ. നീ വീണ്ടും വന്നോ? കുട്ടികളെ പോലെ ടിവിയിൽ പോയി വല്ല കാർട്ടൂണും കാണടാ. ഇന്ന് നിനക്ക് എന്നെ പിടിക്കാൻ കഴിയില്ല കുട്ടി. ശിവ, ശിവ, ഞങ്ങളിതാ പുറകെ തന്നെ വരുന്നുണ്ട്. ഇനി നമ്മൾ സിറ്റിക്ക് പുറത്തായി. നിന്നെ സഹായിക്കാൻ ഇവിടെ ആരും വരില്ല. ഇനി എന്റെ ലേസറിൽ നിന്ന് നിനക്ക് രക്ഷയില്ല.
എന്തിനാ എപ്പോഴും എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നത്? ഏ? വേണ്ട, എന്റെ ലേസർ കണ്ണട പൊട്ടി. നിങ്ങളുടെ ഈ ലേസർ കണ്ണട പൊട്ടിപ്പോയി. ഇനി നിങ്ങൾ എഴുന്നേറ്റ് വന്ന് ഫൈറ്റ് ചെയ്തേ പറ്റൂ അങ്കിൾ. എന്തു പറ്റി അങ്കിൾ? ഇനിയും ഫൈറ്റ് ചെയ്യണമെന്നുണ്ടോ അല്ലെങ്കിൽ സറണ്ടർ ആവുകയാണോ? എക്സ്റേ മാൻ സറണ്ടർ ആവാനോ? ഇല്ല, ഒരിക്കലുമില്ല. നിർത്ത് നിർത്ത് നിർത്ത്, ഞാൻ തോറ്റു. നീ ജയിച്ചു. മതി. ഈസ്റ്റ് ഓർ വെസ്റ്റ്, ശിവ ഈസ് ദ ബെസ്റ്റ്. ലഡു സിംഗ് സാറേ, വേഗം വന്ന് പിടിക്കൂ. എന്റെ ജോലി കഴിഞ്ഞു. വേഗം ഈ എക്സ്റേ മാനെ അറസ്റ്റ് ചെയ്യൂ. ആഹാ, നീ പറഞ്ഞതുപോലെ ചെയ്യാം. പക്ഷെ അതിനു മുമ്പ് ഈ വിലങ്ങൊന്ന് അവന്റെ കയ്യിലിട്ടാ. എന്നാ പിടിച്ചോ, ഇട്ടോ. പ്രസ്, പ്രസ്, വരൂ, വരൂ. ഇതാണ് എക്സ്റേ മാൻ. ഇവനിപ്പോ നിയമത്തിന്റെ പിടിയിലാണ്. ഐ, ഇത്തവണ ഞാൻ ഇവനെ ശരിക്കും വലയിൽ കുടുക്കുക തന്നെ ചെയ്തു. നിങ്ങൾക്കറിയോ, അവൻ ഫയർ ചെയ്തപ്പോ ഞാൻ ചാടി കേറി ഇവന്റെ കയ്യും കാലും വട്ടനെ പിടിച്ചു. ആ സാറേ, അത് പറയാൻ വരട്ടെ. ശിവയോടെ ഉണ്ടല്ലോ. ഇനി ഒരു പക്ഷേ ശിവയാണോ എക്സ്റേ മാനെ പിടിക്കാൻ സഹായിച്ചത്? ശിവ അല്ലെങ്കിലും എന്റെ സ്റ്റുഡന്റ് ആണല്ലോ. അവനിപ്പോ എന്റെ കയ്യിൽ നിന്ന് ട്രെയിനിങ് എടുത്തോണ്ടിരിക്കാണ്. ട്രെയിനിങ്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും അവനെന്റെ കൂടെ വെച്ചോണ്ടിരിക്കുന്നത്. അവൻ പിടിച്ചാലും ഞാൻ പിടിച്ചാലും അത് ഒന്ന് തന്നെയാണല്ലോ. ആ